ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് മക്കക്കാർ റസൂലുള്ളാഹിനെ കളിയാക്കി. എന്ത് പറഞ്ഞാ കളിയാക്കുന്നത്? കണ്ടോ നിങ്ങൾ ധനികയായ ഖദീജയുടെ ദരിദ്രനായ ഭർത്താവിനെ കണ്ടോ നിങ്ങളെന്ന് ചോദിക്കുകയാണ്. റസൂലുള്ളാഹിനെ കണ്ടിട്ട് യതീമാണല്ലോ, ഒന്നുമില്ലാത്ത ആളാണല്ലോ, ജുബ്ബ പോലും അതിങ്ങനെ കൂട്ടിക്കെട്ടി ആ ജുബ്ബ ധരിച്ചിരുന്ന റസൂലുള്ളാഹിയാണല്ലോ. ആ റസൂലുള്ളാഹിനെ കളിയാക്കി പറഞ്ഞ്, കണ്ടോ നിങ്ങൾ മക്കയിലെ അതിധനികയായ ഖദീജയുടെ അതിദരിദ്രനായ ഭർത്താവായ മുഹമ്മദിനെ നിങ്ങൾ കണ്ടോ? ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് മറുപടിയില്ല. കാരണം റസൂലുള്ളാഹിന്റെ കയ്യിലൊന്നുമില്ല, അവിടുത്തെ കയ്യിലൊന്നുമില്ല. റസൂലുള്ളാഹി തല താഴ്ത്തിപ്പോന്നു വീട്ടിലേക്ക്. ഈ വാർത്ത ആര് കേട്ടു? ഖദീജ ഉമ്മ കേട്ടു. ഖദീജ ഉമ്മ ഈ വാർത്ത കേട്ടപ്പോൾ ഖദീജ ഉമ്മന്റെ കൽബ് പൊട്ടിപ്പോയി. ഖദീജ ഉമ്മ മക്കയുടെ ഒരു കുന്നിന്റെ മുകളിൽ കയറിയിട്ട് എല്ലാവരും വിളിച്ചു. മക്കയിൽ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഖദീജ ദരിദ്രയും മുഹമ്മദ് ധനികനുമാണ്. എൻ്റെ സകല സ്വത്തുക്കളുടെയും ഉടമസ്ഥാവകാശം ഇന്നു മുതൽ ആർക്കാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഖദീജ ദരിദ്രയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് ഒരാൾ പോലും മോശമായി പറയാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരാളുടെ മുന്നിലും കൊച്ചാവാൻ പാടില്ല എന്ന് തീരുമാനിച്ചവരായിരുന്നു സയ്യിദത്തുനാ ഖദീജത്തു സുഹ്റാ റളിയല്ലാഹു തആല, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല. ഏത് ഭാര്യയാണ് ഇത് ചെയ്യുക? സകല സ്വത്തുക്കളും വിട്ടുകൊടുത്തു. ഖദീജ ഉമ്മൻ്റെ ജീവിതത്തിലുള്ള ഓരോ ചരിത്രങ്ങൾ കണ്ട നമ്മൾ അന്തം വിട്ടുപോകും. ഉംറക്ക് പോയ ആളുകളുണ്ടല്ലോ, ഖദീജ ഉമ്മ ഭക്ഷണപ്പൊതിയും പിടിച്ച് കയറിയിരുന്ന മല കണ്ട ആൾക്കാരാണല്ലോ. എങ്ങനെ ഖദീജ ഉമ്മ ഒരു ദിവസം 2-3 നേരം മല കയറി? കഴിയും. എങ്ങനെ കഴിയും? കാരണം അതിൻ്റെ മുകളിൽ കിടക്കുന്നത് ആരാണ്? എൻ്റെ ഭർത്താവാണ്, ലോകത്തിൻ്റെ നേതാവാണ്. ആ നേതാവിനെ നോക്കേണ്ടത് ഞാനാണ് എന്ന ബോധ്യം ആർക്കുണ്ടായിരുന്നു? ഖദീജ ഉമ്മക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഖദീജ ഉമ്മക്ക് ആ നടത്തൊന്നും പ്രയാസമായില്ല.